കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ജ്യോതിഷ താന്ത്രിക പന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ 10 മുതൽ ഈ വർഷത്തെ നവരാത്രി ആചാരങ്ങൾ ആരംഭിക്കുകയാണ്. ഭാരതമൊട്ടുക്ക് വളരെ വിപുലമായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ യജ്ഞ കാലഘട്ടമാണ് നവരാത്രി കാലഘട്ടം. അജ്ഞാനത്തിൻ്റെ മേൽ ജ്ഞാനം നേടിയ വിജയത്തിൻ്റെയും അന്ധകാര തമസ്സിനുമേൽ പ്രകാശം നേടുന്ന വിജയത്തിൻ്റെയും തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ആഘോഷിക്കുന്ന ഒരു ദിനമാണ് വിജയദശമി. കന്നിമാസത്തിലെ കറുത്തവാവ് ദിവസത്തിന് ശേഷം വരുന്ന ഒന്നാമത് ദിവസം വെളുത്തപക്ഷം പ്രഥമി മുതൽ 10ാമത്തെ ദിവസമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. പൗരാണികമായ ഒട്ടേറെ കഥകളുണ്ടെങ്കിലും അതിൻ്റെ ആത്മീയ വശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നവരാത്രി പൂജകളും ദേവി ഉപാസനകളും വേർതിരിക്കാനാവാത്ത വിധം ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ബംഗാളിൽ കാളി പൂജയും ആയുധ പൂജയുമായിട്ടും വടക്കേ ഇന്ത്യയിൽ ചണ്ഡി പൂജയായിട്ടും കർണാടക സംസ്ഥാനത്ത് ദസറ ആയിട്ടും കേരളത്തിൽ വിദ്യാസരസ്വതി ആരാധനയായിട്ടും നാം നവരാത്രി കാലം ആഘോഷിച്ചു വരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദേവി ഉപാസനയിലൂടെ എല്ലാ ദുരിത പ്രയാസങ്ങളിൽ നിന്നും മോചനം നേടുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ കാര്യങ്ങളിലും അറിവും ജീവിത വിജയവും സന്തുഷ്ടിയും കൈവരിക്കുക എന്നുള്ളതാണ് നവരാത്രി അനുഷ്ഠാനങ്ങളുടെ ആകെ തുകയായ ലക്ഷ്യം. അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ നവരാത്രി കാലഘട്ടത്തിൽ ഓരോ നാളുകാരും എപ്രകാരം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് നാം ഇവിടെ പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് നവരാത്രി കാലഘട്ടത്തിൽ ദേവീ ഭജന എപ്രകാരം നടത്താം എന്ന് ചിന്തിക്കുമ്പോൾ ദേവീ മാഹാത്മ്യം അഥവാ ദുർഗാ സപ്തശതി എന്ന ഗ്രന്ഥം വാങ്ങുക. അതിൽ 1 മുതൽ 13 വരെ അധ്യായങ്ങളാണ് ഉള്ളത്. ഒക്ടോബർ 10 നവരാത്രിയിലെ 1-ാം ദിവസമാണ്. ഒക്ടോബർ 19 വിജയദശമി അഥവാ 10ാമത് ദിവസം വരുന്നത്. ആദ്യത്തെ 9 ദിവസങ്ങൾ കൊണ്ട് ഈ 13 അധ്യായങ്ങളുടെ പാരായണം പൂർത്തിയാക്കണം. 1-ാം ദിവസം 1-ാം അധ്യായം, 2-ാം ദിവസം 2-ാം അധ്യായം, 3-ാം ദിവസം 3-ാം അധ്യായം, ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ അധ്യായം വീതം പാരായണം ചെയ്ത് അവസാന 4 ദിവസങ്ങളിൽ ഓരോ അധ്യായം വീതം അധികമായി പാരായണം ചെയ്ത് മഹാനവമി കൊണ്ട് ദേവീ മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങളുടെ വായന പൂർത്തീകരിക്കുക. അക്ഷരത്തെറ്റില്ലാതെ ഉച്ചാരണ സ്ഫുടതയോടുകൂടി കൃത്യമായി ഏകാഗ്രതയോടുകൂടി ആ ദേവീ മഹാത്മ്യ ഗ്രന്ഥം വായിച്ചു പോകുന്നതിന് കഴിയേണ്ടതാണ്. അതിന് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ പരിശീലനം നേടാവുന്നതുമാണ്. നിത്യവും 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തിവെച്ച് അതിന് മുമ്പിലിരുന്ന് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുക. ദിവസവും കുറച്ച് പൂവൻപഴം, ശർക്കര, തേൻ ഇവ ചേർത്ത്
മിക്സ് ചെയ്ത് ത്രിമധുരം ഉണ്ടാക്കി നിവേദ്യമായി അർപ്പിച്ച് ചന്ദനത്തിരി, അഷ്ടഗന്ധം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് ആ നിലവിളക്കിന് മുമ്പിലിരുന്ന് ദേവീ മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യുക. അശ്വതി നാളുകാർ അവരുടെ എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ അഭീഷ്ടസിദ്ധിക്കായി ഈ നവരാത്രി കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം ജയദുർഗ പൂജ അവരുടെ ഗൃഹത്തിൽ വെച്ച് നടത്തുന്നതായാൽ വളരെ ഉത്തമമായി കാണുന്നു. ഇനി ഭരണി നക്ഷത്രക്കാർ നിത്യവും 5 തിരിയിട്ട് ഭദ്രദീപം തെളിച്ച് അതിന് മുമ്പിൽ അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി, തേൻ തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന ത്രിമധുരം നിവേദ്യമായി അർപ്പിച്ച് ദേവിയുടെ ഒരു ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുമ്പിൽ സാമ്പ്രാണി, അഷ്ടഗന്ധം തുടങ്ങിയ ദിവ്യ ധൂപങ്ങൾ പുകച്ചുകൊണ്ട് കിഴക്ക് അഭിമുഖമായി ഇരുന്ന് ദേവീ മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യുക. ഒക്ടോബർ 10 തീയതി മുതൽ 18 തീയതി മഹാനവമി വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് ദേവീ മഹാത്മ്യത്തിലെ 13 അധ്യായങ്ങളും പാരായണം ചെയ്ത് തീർക്കണം. ഓരോ ദിവസം ഓരോ അധ്യായം വീതവും ഒടുവിലത്തെ 3-4 ദിവസങ്ങൾ കൊണ്ട് ബാക്കി വരുന്ന അധ്യായങ്ങളും വായിച്ച് തീർക്കുക. ഭരണി നാളുകാർ ഗണപതി പൂജ, വലിയ ഭഗവതി സേവ എന്നീ കർമ്മങ്ങൾ നവരാത്രിയുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം സ്വന്തം ഗൃഹത്തിൽ നടത്തിയാൽ സർവൈശ്വര്യ സമ്പൽ സമൃദ്ധിയാണ് അതിൻ്റെ പരിണത ഫലമെന്ന് കാണുന്നു. അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ അവനവൻ്റെ ഗൃഹത്തിൽ ദേവി പ്രതിച്ഛായയ്ക്ക് മുമ്പിൽ ഒരു ചുമന്ന പട്ടുപിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തിവെച്ച് അതിന് മുമ്പിൽ പഴം, ശർക്കര, തേൻ ഇവ ചേർത്ത് തയ്യാർ ചെയ്ത ത്രിമധുരം നിവേദ്യമായി അർപ്പിച്ച് വിശിഷ്ട ധൂപങ്ങൾ പുകച്ച് അതിന് മുമ്പിലിരുന്ന് ദേവീ മാഹാത്മ്യം ഓരോ അധ്യായം വീതം ആവശ്യാനുസരണം മഹാനവമി കൊണ്ട് പാരായണം ചെയ്ത് പൂർണ്ണമായി സമാപ്തി വരുത്തുക. അതോടൊപ്പം മറ്റ് സരസ്വതി സ്തോത്രങ്ങൾ, ദുർഗാ സ്തോത്രങ്ങൾ, ലളിതാ സഹസ്രനാമം തുടങ്ങിയവയും പാരായണം ചെയ്യാവുന്നതാണ്. കാർത്തിക നാളുകാർ ഈ നവരാത്രി കാലത്തിൽ ഒരു ദിവസം തങ്ങളുടെ വീട്ടിൽ വിഘ്നേശ്വര ബലി, അഷ്ടലക്ഷ്മി പൂജ എന്നിവ നടത്തുന്നതായാൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും അഭീഷ്ടസിദ്ധിയും നേടുവാൻ കഴിയുമെന്നാണ് വിശ്വാസം. രോഹിണി നക്ഷത്രക്കാർ ഈ നവരാത്രി കാലത്ത് കൃത്യമായി ദേവീ മഹാത്മ്യം അഥവാ ദുർഗ സപ്തശതി പാരായണം ചെയ്യുക. ദേവീ ചിത്രത്തിന് മുമ്പിൽ ചുവന്ന പട്ടുപിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തിവെച്ച് അതിന് മുമ്പിൽ പഴം, ശർക്കര, തേൻ, അവൽ, മലർ തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന ത്രിമധുര നിവേദ്യം സമർപ്പണം ചെയ്ത് അതിന് മുമ്പിലിരുന്ന് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുക. ഓരോ ദിവസം ഓരോ അധ്യായം വീതം ഒടുവിലത്തെ ദിവസങ്ങളിൽ അധികം വരുന്ന അധ്യായങ്ങൾ കൂട്ടിച്ചേർത്ത് പാരായണം ചെയ്ത് വിജയദശമിക്ക് തലേ ദിവസം കൊണ്ട് ദേവീ മാഹാത്മ്യ പാരായണം സമാപിപ്പിക്കത്തക്ക രീതിയിൽ പൂർത്തിയാക്കുക. രോഹിണി നാളുകാർ ഈ നവരാത്രി കാലത്തിനിടയിൽ ഒരു ദിവസം തങ്ങളുടെ ഗൃഹത്തിൽ വിഘ്നേശ്വര പൂജയും നവദുർഗാ പൂജയും ചേർത്ത് ഒരു കർമ്മമായി നടത്തിയാൽ അത് ഏറ്റവും വിശിഷ്ടമാകുന്നു. മകയിരം നക്ഷത്രക്കാർ നവരാത്രി ആഘോഷിക്കേണ്ടത്
നവരാത്രിയുടെ ആരംഭ ദിവസമായ ഒക്ടോബർ 11 ദേവി ചിത്രത്തിന് മുമ്പിൽ ഒരു പീഠത്തിന്മേൽ ചുവന്ന പട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി പഴം, ശർക്കര, തേൻ മുതലായവ ചേർത്തുണ്ടാക്കുന്ന ത്രിമധുരം നിവേദ്യമായി സമർപ്പണം ചെയ്ത് അതിന് മുമ്പിലിരുന്ന് ദേവീ ഭാഗവതം വായിച്ചു തീർക്കുക. നവരാത്രി തുടങ്ങുന്ന ഒക്ടോബർ 11 തുടങ്ങി വിജയദശമിയായ 19 കൊണ്ട് ദേവീ ഭാഗവത ഗ്രന്ഥം ഒരാവൃത്തി പാരായണം ചെയ്ത് തീരുക. വിജയദശമിയുടെ അന്നോ അതിന് തലേ ദിവസമായ മഹാനവമി ദിവസമോ ഗണപതി പൂജയും ഭദ്രകാളി സേവയും അവരുടെ വീട്ടിൽ നടത്തിയാൽ ഏറ്റവും പരിപൂർണതയോടുകൂടിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ധനസമൃദ്ധിയും അഭീഷ്ടസിദ്ധിയും ലഭിക്കുകയും ചെയ്യുന്നതുമാണ്. തിരുവാതിര നാളുകാർ ഒക്ടോബർ 11 മുതൽ ഒരു ദുർഗാചിത്രത്തിന് മുമ്പിൽ ചുവന്ന പട്ട് വിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് തെളിച്ച് അതിന് മുമ്പിൽ ഉണ്ണിയപ്പം, കടുംപായസം ഇവ തയ്യാർ ചെയ്ത് നിവേദ്യമായി സമർപ്പിച്ച് ദേവീ മാഹാത്മ്യം പാരായണം തുടങ്ങുക. മഹാനവമി ആയ ഒക്ടോബർ 18 വൈകുന്നേരം കൊണ്ട് ദേവീ മാഹാത്മ്യം പൂർണ്ണമായി പാരായണം ചെയ്ത് തീർക്കുക. അതോടൊപ്പം ഈ നവരാത്രി കാലത്ത് എപ്പോഴെങ്കിലും ഒരു ദിവസം സ്വന്തം ഗൃഹത്തിൽ ഗണപതി പൂജ, ജയദുർഗ പൂജ ഇവ ഒരു കർമ്മമായി നടത്തുന്നത് വളരെയധികം കാര്യവിജയം നൽകുന്നതായി കാണുന്നു. പുണർദം നാളുകാർ നവരാത്രി ആഘോഷിക്കേണ്ടത് ആരംഭ ദിവസമായ ഒക്ടോബർ 11 ഒരു ദേവീ ചിത്രത്തിന് മുമ്പിൽ ചുവന്ന പട്ടുവിരിച്ച പീഠത്തിന്മേൽ ഭദ്രദീപം തെളിച്ച് അതിന് മുമ്പിൽ കടുംപായസം അഥവാ പൊങ്കൽ പായസം തയ്യാറാക്കി നിവേദ്യമായി അർപ്പിച്ച് ദേവീ ഭാഗവത പാരായണം തുടങ്ങുക. വിജയദശമി ദിവസമായ ഒക്ടോബർ 19 ദേവീ ഭാഗവത പാരായണം പൂർത്തീകരിക്കേണ്ടതാണ്. ഇതിനിടയിൽ ഒരു ദിവസം സ്വന്തം ഗൃഹത്തിൽ വിഘ്നേശ്വര ബലി, പരാശക്തി പൂജ ഇവ ഒരു ക്രിയയായി നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. പൂയം നക്ഷത്രക്കാർ നവരാത്രി ആചരിക്കേണ്ടത് ഒക്ടോബർ 11 മുതൽ ഒരു പീഠത്തിന്മേൽ ചുവന്ന പട്ട് വിരിച്ച് അതിന്മേൽ 5 തിരിയിട്ട് ഭദ്രദീപം തെളിച്ച് ദേവിക്ക് പൊങ്കൽ പായസമുണ്ടാക്കി നിവേദിച്ച് ആ നിലവിളക്കിന് മുമ്പിലിരുന്ന് ദേവീ മാഹാത്മ്യ പാരായണം നടത്തുക. ഒക്ടോബർ 18 മഹാനവമി ദിവസം രാത്രിയോടുകൂടി ദേവീ മാഹാത്മ്യ പാരായണം പൂർത്തീകരിക്കേണ്ടതാണ്. നവരാത്രി കാലത്തിനിടയിൽ ഒരു ദിവസം ഒരു ഗണപതി ഹോമം, വലിയ ഭഗവതി സേവ ഇവ സ്വന്തം ഗൃഹത്തിൽ നടത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ്. ആയില്യം നാളുകാർ നവരാത്രി ആഘോഷിക്കേണ്ടത് ഒരു ദേവീ ചിത്രത്തിന് മുമ്പിൽ മഞ്ഞ പട്ടുവിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട് ഭദ്രദീപം തെളിച്ച് പാൽപ്പായസമുണ്ടാക്കി നിവേദ്യമായി സമർപ്പണം ചെയ്ത് നിത്യേന ലളിതാ സഹസ്രനാമ പാരായണവും ദുർഗാ സ്തോത്രങ്ങളും ചൊല്ലുക. ദുർഗാദേവിയുടെ അഷ്ടകം, ദുർഗാദേവിയുടെ ഭുജംഗം തുടങ്ങിയ കീർത്തനങ്ങൾ പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ നോക്കി പാരായണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വിജയദശമി ദിവസം വരെ ഈ അനുഷ്ഠാനം മുടങ്ങാതെ നടത്തുക. ഈ നവരാത്രി കാലത്തിനിടയിൽ ഒരു ദിവസം ഗണപതി ഹോമം, വലിയ ഭഗവതി സേവ ഈ ചടങ്ങുകൾ സ്വന്തം വീട്ടിൽ നടത്തിയാൽ സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്.
മകം നക്ഷത്രം. ചോറ്റാനിക്കര അമ്മയുടെ നക്ഷത്രമാണ് മകം. ചോറ്റാനിക്കര ഭഗവതിയുടെ ഒരു ചിത്രം വീട്ടിൽ വാങ്ങി, അഥവാ ഏതെങ്കിലും ഒരു ദേവീ ചിത്രത്തിൻ്റെ മുമ്പിൽ ചുവന്ന പട്ടുപിരിച്ച ഒരു പീഠത്തിന്മേൽ 5 തിരിയിട്ട് ഭദ്രദീപം തെളിച്ച് അതിന് മുമ്പിൽ അവൽ, മലർ, ശർക്കര, പഴം, തേൻ തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന ത്രിമധുരം നേദ്യമായി അർപ്പിച്ച് അവിടെ ഇരുന്നു കൊണ്ട് നിത്യവും ദേവി മാഹാത്മ്യ പാരായണം നടത്തുക. വിജയദശമി ദിവസം വരെ മുടങ്ങാതെ ദേവി മാഹാത്മ്യവും മറ്റ് ദേവീ കീർത്തനങ്ങളും ചൊല്ലുന്നത് ഏറ്റവും നന്നായിരിക്കും. ഈ നവരാത്രി കാലത്തിനിടയിൽ ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ഭംഗിയായി പത്മമിട്ട് ശാസ്ത്രീയ വിധിപ്രകാരം സിദ്ധിവിനായക പൂജയും ജയദുർഗ പൂജയും നടത്തിയാൽ സർവ അഭീഷ്ടങ്ങളും സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. പൂരം നാളുകാർ നവരാത്രി കാലം ആചരിക്കേണ്ട വിധം: ഒരു ദേവീ ചിത്രത്തിന് മുമ്പിൽ മഞ്ഞ പട്ടുവിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട ഭദ്രദീപം തെളിച്ച് അതിന് മുമ്പിൽ പൊങ്കൽ പായസമുണ്ടാക്കി നിവേദ്യമായി സമർപ്പണം ചെയ്യുക. തുടർന്ന് അവിടെ ഇരുന്ന് നിത്യവും ലളിതാ സഹസ്രനാമവും ലക്ഷ്മി കീർത്തനങ്ങളും ചൊല്ലേണ്ടതാണ്. വിജയദശമി ദിവസം വരെ ഇത് തുടരുക. വിജയദശമി ദിവസം വിശിഷ്ടമായ പാൽപ്പായസമുണ്ടാക്കി ഇതോടൊപ്പം നിവേദിച്ച് എല്ലാ സ്തോത്ര കീർത്തനങ്ങളും ചൊല്ലി ജപയജ്ഞം സമാപിപ്പിക്കുക. ഈ നവരാത്രി കാലത്തിനിടയിൽ ഒരു ദിവസം അതിവിശിഷ്ടമായ അഷ്ടലക്ഷ്മി പൂജ ഗൃഹത്തിൽ നടത്തുന്നതായാൽ സർവൈശ്വര്യ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉത്തരം നക്ഷത്രക്കാർ നവരാത്രി ആചരിക്കേണ്ട രീതി: നിങ്ങളുടെ വീട്ടിൽ ഒരു ദേവി ചിത്രമോ പ്രതിമയോ വെച്ച് അതിന് മുമ്പിൽ ഒരു പീഠത്തിന്മേൽ ചുവന്ന പട്ട് വിരിച്ച് 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ആ നിലവിളക്കിൻ്റെ മുമ്പിൽ നന്നായി ശർക്കര ചേർത്ത് കടും പായസം തയ്യാറാക്കി നിവേദ്യമായി അർപ്പണം ചെയ്ത് വയ്ക്കുക. തുടർന്ന് അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദുർഗാ സ്തോത്രങ്ങൾ, സരസ്വതി കീർത്തനങ്ങൾ ഇവയെല്ലാം പതിവായിട്ട് ജപിച്ചു പോരുക. ഒക്ടോബർ 11-ാം തീയതി മുതൽ വിജയദശമി ദിവസമായ 19-ാം തീയതി വരെ കൃത്യമായി ഇത് ചെയ്യുക. വിജയദശമി ദിവസം ദുർഗ അഷ്ടോത്തര നാമാവലി, സരസ്വതി അഷ്ടോത്തര നാമാവലി തുടങ്ങിയവയൊക്കെ ജപിച്ച് പ്രാർത്ഥന മുഴുമിപ്പിക്കുക. അതോടൊപ്പം കഴിയുമെങ്കിൽ വിജയദശമി ഉച്ച കഴിഞ്ഞതിന് ശേഷമോ അഥവാ നവരാത്രിക്കിടയിൽ ഏതെങ്കിലും ഒരു ദിവസമോ നിങ്ങളുടെ ഗൃഹത്തിൽ അതിവിശിഷ്ടമായ സാരസ്വത ബലി എന്നറിയപ്പെടുന്ന സരസ്വതി പൂജ നടത്തുന്നതായാൽ നിങ്ങളുടെ കുട്ടികൾ ഉന്നത വിദ്യാഗുണവും ഉയർന്ന സ്ഥാനഗുണവും ഉള്ളവരായി തീരുകയും എല്ലാ സമ്പത്തും ഐശ്വര്യവും വീട്ടിലുണ്ടാകുകയും ചെയ്യും. അത്തം നക്ഷത്രക്കാർ നവരാത്രി ആചരിക്കേണ്ട രീതി: നിങ്ങളുടെ ഗൃഹത്തിൽ ലക്ഷ്മി ഭഗവതിയുടെ അഥവാ ദുർഗാദേവിയുടെ വിശിഷ്ടമായ ഒരു ചിത്രം വച്ച് അതിൻ്റെ മുമ്പിൽ ഒരു വെളുത്ത പട്ട് വിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട് എള്ളെണ്ണയൊഴിച്ച് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക. ചന്ദനത്തിരി, മറ്റ് ധൂപങ്ങളൊക്കെ പുകച്ച് അതിന് മുമ്പിൽ വളരെ സ്വാദിഷ്ടമായ പാൽപ്പായസം തയ്യാർ ചെയ്ത് അത് നിവേദ്യമായി സമർപ്പിക്കുക. തുടർന്ന് എന്നും പുലർച്ചെ ലളിത സഹസ്രനാമ സ്തോത്രവും വൈകുന്നേരം ദുർഗാദേവിയുടെ സ്തോത്രങ്ങളും ചൊല്ലുക.
ഒക്ടോബർ 11-ാം തീയതി മുതൽ 19-ാം തീയതി വിജയദശമി വരെ ഇത് കൃത്യമായി തുടരേണ്ടതാണ്. ഇത് പൂർണ്ണമാകുന്നതോടുകൂടി നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ വിജയദശമി ദിവസം പറ്റുമെങ്കിൽ അഥവാ മഹാനവമിയുടെയോ ദുർഗാഷ്ടമിയുടെയോ ദിവസം അതിവിശിഷ്ടമായ ഒരു ത്രിപുര സുന്ദരി പൂജ കളം വരച്ച് നടത്തുന്നതായാൽ സകല ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ചിത്തിര നാളുകാർക്ക് ഭദ്രകാളിയാണ് പ്രധാനമായും ഉപാസനാമൂർത്തി. നിങ്ങൾ ഭദ്രകാളിയുടെയോ അഥവാ ഭഗവതിയുടെയോ ഒരു ഉത്തമമായ ചിത്രം ഗൃഹത്തിൽ സ്ഥാപിച്ച് അതിനു മുമ്പിൽ ചുവന്ന പട്ടുവിരിച്ച ഒരു പീഠത്തിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് വച്ച് ദീപം തെളിക്കുക. തുടർന്ന് ശർക്കരയും പച്ചരിയുമൊക്കെ ചേർത്ത് തയ്യാർ ചെയ്യുന്ന കടും പായസം തയ്യാർ ചെയ്ത് നിവേദ്യമായി അർപ്പിക്കുക. അഥവാ ശർക്കര, പഴം, തേൻ ഇവ ചേർത്തുണ്ടാക്കുന്ന തിരുമധുരം സമർപ്പിക്കുക. അതിൻ്റെ മുമ്പിൽ ധൂപങ്ങളും മറ്റും പുകച്ചതിന് ശേഷം ഭദ്രകാളി സ്തോത്രങ്ങൾ, ദുർഗാ അഷ്ടോത്തര നാമാവലി തുടങ്ങിയ സ്തോത്രങ്ങൾ പതിവായി ചൊല്ലിപ്പോരുക. ഒക്ടോബർ 19-ാം തീയതി വിജയദശമി വരെ നിത്യവും ഈ സ്തോത്ര ജപം തുടരേണ്ടതാണ്. വിജയദശമിയുടെ അന്നോ അതിന് തലേ ദിവസമോ നിങ്ങളുടെ ഗൃഹത്തിൽ കളം വരച്ച് ഒരു മഹാഭദ്രകാളി സേവ നടത്തുന്നതായാൽ അത് വളരെയധികം ഐശ്വര്യാഭിവൃദ്ധികൾ നിങ്ങൾക്ക് പകർന്നു തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചോതി നക്ഷത്രക്കാർ നവരാത്രി ആചരിക്കേണ്ട വിധം: വീട്ടിൽ ഒരു ദേവീ ചിത്രത്തിന് മുമ്പിൽ മഞ്ഞപ്പട്ട് വിരിച്ച് അതിന്മേൽ ഭദ്രദീപം തെളിച്ച് അവൽ മലർ, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി, തേൻ, നെയ്യ് ഇവ ചേർത്തുണ്ടാക്കിയ ത്രിമധുരം നിവേദ്യമായി സമർപ്പിച്ച് അതിന് മുമ്പിൽ ഇരുന്ന് ദേവീ ഭാഗവതം പാരായണം ചെയ്ത് തുടങ്ങുക. 1-ാം ദിവസം മുതൽ വിജയദശമി ദിവസം വരെ കൃത്യമായി ദേവീ ഭാഗവത പാരായണം തുടർന്ന് വിജയദശമി കൊണ്ട് പാരായണം സമ്പൂർണ്ണമാക്കുകയാണ് വേണ്ടത്. ഇതിനിടയിൽ ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു വലിയ ഭഗവതി സേവ നടത്തുന്നതായാൽ സർവൈശ്വര്യങ്ങളും കാര്യവിജയവും അഭീഷ്ടസിദ്ധിയും നിശ്ചയമായും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിശാഖം നക്ഷത്രക്കാർ നവരാത്രിയെ ആചരിക്കേണ്ടത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ദേവീ ചിത്രം അഥവാ ഒരു ഭദ്രകാളി ചിത്രത്തിന് മുന്നിൽ നീല നിറത്തിലുള്ള പട്ട് വിരിച്ച് അതിന്മേൽ എള്ളെണ്ണയൊഴിച്ച് 5 തിരിയിട്ട് നിലവിളക്ക് തെളിക്കുക. ശർക്കരയും ഉണക്കലരിയും ചേർത്ത് തയ്യാറാക്കുന്ന കടും പായസം നിവേദ്യമായി സമർപ്പണം ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട് നിത്യവും ഭദ്രകാളി അഷ്ടോത്തര നാമങ്ങൾ, അത് ഒരു ചെറു ഗ്രന്ഥമായി പുസ്തകശാലകളിൽ ലഭിക്കും, അത് വാങ്ങി നിത്യപാരായണം ചെയ്യുക. വൈകുന്നേരങ്ങളിൽ ദേവീ ഭാഗവതവും വായിക്കുന്നത് വളരെ ഉത്തമമാണ്. വിജയദശമി വരെ ഈ പാരായണക്രമം തുടരുകയും ഈ നവരാത്രി കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ഉചിതമായി കളം വരച്ച് മഹാഭദ്രകാളി പൂജ നടത്തുകയും ചെയ്താൽ സർവകാര്യങ്ങളിലും വിജയവും എല്ലാ ക്ലേശങ്ങളും ദുഃഖങ്ങളും അകന്നു മാറുകയും എല്ലാ കാര്യങ്ങളിലും പ്രശസ്തിയും നേട്ടങ്ങളും ഉണ്ടാവുകയുമായിരിക്കും ഫലം. അനിഴം നക്ഷത്രക്കാർ നവരാത്രി ആചരിക്കേണ്ടത്: നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ദേവീ ചിത്രം വച്ച് അതിന് മുമ്പിൽ മഞ്ഞ പട്ടു വിരിച്ച് ഒരു പീഠം സ്ഥാപിച്ച് അതിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. പഴം, ശർക്കര, നെയ്യ്, തേൻ ഇവ ചേർത്തുണ്ടാക്കുന്ന ത്രിമധുര നിവേദ്യം ദേവിക്കായി സങ്കൽപ്പിച്ച് അവിടെ വയ്ക്കുക. അതിനുശേഷം നിത്യവും രാവിലെ ദേവീ മാഹാത്മ്യവും
വൈകുന്നേരം ദുർഗാ സ്തോത്രങ്ങളും പതിവായി ചൊല്ലിപ്പോരുക. നവരാത്രി 1-ാം ദിവസം മുതൽ വിജയദശമി വരെ ഈ പാരായണക്രമം തുടരുക. നവരാത്രിക്കിടയിൽ ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ വച്ച് ജയദുർഗ പൂജ നടത്തുകയും ചെയ്യുക. സർവകാര്യ വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായി കാണുന്നു. ഇനി തൃക്കേട്ട നാളുകാർ നവരാത്രി ആഘോഷിക്കേണ്ട വിധം. നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ദേവീ ചിത്രം സ്ഥാപിച്ച് അതിന് മുമ്പിൽ ചുവന്ന പട്ടുപിരിച്ച് ഒരു പീഠത്തിന്മേൽ ഭദ്രദീപം അഥവാ 5 തിരിയിട്ട ദീപം കൊളുത്തി വയ്ക്കുക. അതിന് മുമ്പിൽ നന്നായി തയ്യാർ ചെയ്യുന്ന പൊങ്കൽ പായസം തയ്യാറാക്കി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അഥവാ ത്രിമധുരവും സമർപ്പിക്കാം. നിത്യവും അതിന് മുമ്പിൽ ഇരുന്ന് ദേവീ ഭാഗവത പാരായണം മുറ തെറ്റാതെ നടത്തിപ്പോരേണ്ടതാണ്. വിജയദശമി ദിവസമായ ഒക്ടോബർ 19-ാം തീയതി വരെ പൂർണ്ണമായും ദേവി ഭാഗവതം ഇപ്രകാരം വായിച്ച് തീർക്കുക. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ശരിയായ രീതിയിൽ പത്മമിട്ട് ഒരു നവദുർഗാ പൂജ നടത്തുന്നതായാൽ അത് ഏറ്റവും വിശിഷ്ടമായിരിക്കുകയും ചെയ്യും. മൂലം നാളുകാർ നവരാത്രി ആചരിക്കേണ്ടത് ഒരു ദേവി ചിത്രമോ പ്രതിമയോ സ്ഥാപിച്ച് അതിന് മുമ്പിൽ മഞ്ഞ പട്ടുവിരിച്ച പീഠം വച്ച് അതിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി സ്ഥാപിച്ച് അതിൻ്റെ മുമ്പിൽ പഴം, ശർക്കര, തേൻ, നെയ്യ്, അവൽ, മലർ, കൽക്കണ്ടം തുടങ്ങിയ മധുര ദ്രവ്യങ്ങൾ ചേർത്ത് സൃഷ്ടിക്കുന്ന ത്രിമധുരം നിവേദ്യമായി അർപ്പണം ചെയ്യുക. പിന്നീട് ആ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് ദേവീ മഹാത്മ്യ ഗ്രന്ഥം പതിവായി പാരായണം ചെയ്തു പോരുക. ഒക്ടോബർ 19-ാം തീയതി വിജയദശമി വരെ ഈ പാരായണം തുടരേണ്ടതാണ്. ഇതിനിടയിൽ ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ സമ്പൂർണ്ണ ശാസ്ത്രീയ വിധിപ്രകാരം വിഘ്നേശ്വര പൂജയും അഷ്ടലക്ഷ്മി ബലി എന്ന് പറയുന്ന വൈദിക താന്ത്രിക അനുഷ്ഠാനവും കൂടി നടത്തുന്നതായാൽ സകല കാര്യസിദ്ധിയാണ് അതിൻ്റെ ഫലമെന്ന് കാണുന്നു. പൂരാടം നാളുകാർ നവരാത്രി ആഘോഷിക്കേണ്ട രീതി. ഒരു ദേവി ചിത്രമോ പ്രതിമയോ സ്ഥാപിച്ച് അതിന് മുമ്പിൽ ഭദ്രദീപം തെളിച്ച് വയ്ക്കുക. തുടർന്ന് അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി, തേൻ, നെയ്യ് തുടങ്ങിയവ ചേർത്ത് സൃഷ്ടിക്കുന്ന ത്രിമധുരം നിവേദ്യമായി വിളക്കിന് മുമ്പിൽ അർപ്പിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ദേവീ ഭാഗവത പാരായണം പതിവായി നടത്തിപ്പോരുക. വിജയദശമി ദിവസം വരെ ഇത് തുടരണം. അതോടൊപ്പം ഇടയ്ക്ക് ഒരു ദിവസം മഹാസാരസ്വത ബലി എന്ന് പറയുന്ന അതിവിശേഷപ്പെട്ട വൈദിക ചടങ്ങ് നിങ്ങളുടെ വീട്ടിൽ നടത്തുകയും ചെയ്യുക. നിങ്ങളുടെ ഭാവി തലമുറയിൽപ്പെട്ട കുട്ടികളെല്ലാവരും ഉന്നത വിദ്യാഭ്യാസവും ഉന്നത സ്ഥാനപ്രാപ്തിയും കൈവരിക്കുക തന്നെ ചെയ്യും. ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ അനുഷ്ഠാനം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഉത്രാടം നക്ഷത്രക്കാരുടെ നവരാത്രി ആഘോഷം ഇപ്രകാരം. ഗൃഹത്തിൽ ഒരു ദേവീ പ്രതിമയുടെയോ ചിത്രത്തിൻ്റെയോ മുമ്പിൽ നീല പട്ടുവിരിച്ച് ഒരു പീഠം വച്ച് അതിന്മേൽ 5 തിരിയിട്ട് എള്ളെണ്ണയൊഴിച്ച് നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക. ആ ദീപത്തിന് മുമ്പിൽ വിശിഷ്ടമായ പാൽപ്പായസം തയ്യാർ ചെയ്ത് നിവേദ്യമായി ഒരു പാത്രത്തിൽ സമർപ്പിച്ച് പിന്നീട് അതിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് പതിവായി കാളി സ്തോത്രങ്ങൾ അറിയാവുന്നതെല്ലാം ജപിക്കുക. ഓം ഭദ്രകാളിയായി നമ എന്ന നാമാക്ഷരം 108 ഉരു പതിവായിട്ട് ചൊല്ലേണ്ടതാണ്. അങ്ങനെ നവരാത്രി ദിവസം തീരുന്നതായ വിജയദശമി വരെ മുറ തെറ്റാതെ ആചരിച്ചു പോരുകയും ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ കളം വരച്ച് ഭദ്രകാളി പൂജ നടത്തുകയും ചെയ്താൽ എല്ലാ കാര്യങ്ങളിലും വിജയവും മനസ്സിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലഭ്യതയും കൈവരുമെന്നുള്ളത് നിശ്ചയമാകുന്നു. തിരുവോണം നക്ഷത്രക്കാർ തങ്ങളുടെ വീട്ടിൽ ഒരു ചോറ്റാനിക്കരമ്മയുടെ ചിത്രം സ്ഥാപിച്ച് അതിന് മുമ്പിൽ
മഞ്ഞപ്പട്ട് വിരിച്ച് ഒരു പീഠം വച്ച് അതിന്മേൽ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. അതിനുശേഷം അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി, തേൻ, നെയ്യ് തുടങ്ങിയ ദ്രവ്യങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന ത്രിമധുരം ഭംഗിയായി രൂപപ്പെടുത്തി അത് ഒരു പാത്രത്തിൽ ദേവിക്കായി നിവേദ്യമായി സമർപ്പിക്കുക. തുടർന്ന് ആ വിളക്കിന് മുമ്പിലിരുന്ന് ദേവി ഭാഗവത പാരായണം മുറ തെറ്റാതെ നടത്തുക. വിജയദശമി ദിവസം വരെ തുടർച്ചയായി ഇത് നടത്തിയിരിക്കണം. ഇതിനിടയിൽ ഒരു ദിവസം വളരെ വിശിഷ്ടമായ അഷ്ടലക്ഷ്മി പൂജ എന്ന ചടങ്ങ് ഗൃഹത്തിൽ നടത്തുകയും വേണം. സർവൈശ്വര്യ സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവിട്ടം നാളുകാർ തങ്ങളുടെ വീട്ടിൽ ഒരു ദേവീ ചിത്രത്തിൻ്റെ മുമ്പിൽ ചുവന്ന പട്ട് വിരിച്ച് ഒരു പീഠം വെച്ച് അതിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. അതിൻ്റെ മുമ്പിൽ ശർക്കര പായസം ഉണ്ടാക്കി നിവേദ്യമായി അർപ്പിച്ച് നിത്യവും മുടങ്ങാതെ ഭദ്രകാളി അഷ്ടോത്തരവും ഭദ്രകാളി സ്തുതിയും ചൊല്ലേണ്ടതാണ്. നവരാത്രി സമാപിക്കുന്ന ദിവസമായ വിജയദശമി വരെ ഈ ചടങ്ങുകൾ തുടരുകയും നവരാത്രി കാലത്തിനിടയിൽ ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ യഥാവിധി ചെയ്യുകയും ചെയ്താൽ സർവൈശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചതയം നാളുകാർ തങ്ങളുടെ ഗൃഹത്തിൽ ചുവന്ന പട്ട് വിരിച്ച ഒരു പീഠത്തിൻ്റെ മേൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. ഒരു ദേവീ ചിത്രമോ വിഗ്രഹമോ അതിന് മുമ്പിൽ സൂക്ഷിക്കേണ്ടതാണ്. വളരെ വിശിഷ്ടമായി തയ്യാർ ചെയ്യുന്ന പാൽപ്പായസ നിവേദ്യം ദേവിക്കായിക്കൊണ്ട് സമർപ്പണം ചെയ്ത് പതിവായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ദേവി ഭാഗവത പാരായണം അവിടെ ഇരുന്ന് നടത്തിപ്പോരുക. വിജയദശമി ദിവസം വരെ തുടർച്ചയായി ഈ ചടങ്ങ് നടത്തുന്നതായാൽ അതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഗൃഹലക്ഷ്മി പൂജ എന്ന പൂജാകർമ്മം നിങ്ങളുടെ ഗൃഹത്തിൽ കളം വരച്ച് നടത്തുകയും കൂടി ചെയ്താൽ സർവകാര്യ വിജയം ഫലം തന്നെയാകുന്നു. പൂരുരുട്ടാതി നാളുകാർ തങ്ങളുടെ വീട്ടിൽ ഒരു ദേവീ ചിത്രം വെച്ച് അതിന് മുമ്പിൽ ഒരു നീല പട്ട് വിരിച്ച പീഠത്തിന്മേൽ 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ച് അതിൻ്റെ മുമ്പിൽ അവല്, മലര്, ശർക്കര, പഴം തുടങ്ങിയവ ചേർത്തുണ്ടാക്കുന്ന നിവേദ്യ സാധനങ്ങൾ സമർപ്പിച്ച് കൃത്യവും ദേവി മാഹാത്മ്യ പാരായണം പതിവായി നടത്തിപ്പോരുക. വിജയദശമി ദിവസമായ 19-ാം തീയതി വരെ മുടങ്ങാതെ ഈ ജപം നിർവഹിച്ചാൽ ഇടയ്ക്കൊരു ദിവസം വളരെ വിശിഷ്ടമായ വലിയ ഭാഗവതി സേവ നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തുകയും കൂടി ചെയ്താൽ സർവതോമുഖമായ അഭിവൃദ്ധിയും പുരോഗതിയും ഫലമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർ ദേവി പൂജ നടത്തേണ്ടത് നവരാത്രി കാലം ആരംഭമായ ഒക്ടോബർ 11-ാം തീയതി മുതൽ നിങ്ങളുടെ വീട്ടിൽ ദേവീ ചിത്രത്തിന് മുമ്പിൽ വളരെ സുന്ദരമായ ചിത്രവർണ്ണ പട്ട് വിരിച്ച ഒരു പീഠം വച്ച് അതിന്മേൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുമ്പിൽ ശർക്കര പായസം നിവേദ്യമായി സമർപ്പണം നടത്തി പതിവായിട്ട് ദേവി മാഹാത്മ്യ പാരായണം നടത്തിക്കൊണ്ടു പോരേണ്ടതാണ്. അങ്ങനെ നിത്യേന ദേവി മാഹാത്മ്യ പാരായണം നടത്തുകയും ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ കളം വരച്ച് താരാപൂജ എന്ന വിശിഷ്ടമായ ചടങ്ങ് നടത്തുകയും ചെയ്യുന്നതായാൽ എല്ലാവിധ ഭാവുകങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രേവതി നക്ഷത്രക്കാർ നവരാത്രി ആഘോഷിക്കേണ്ടത് ഇപ്രകാരമാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ സുന്ദരമായ ഒരു ദേവീ ചിത്രത്തിന് മുമ്പിൽ അലങ്കരിച്ച ചുവന്ന പട്ടുതുണി ചാർത്തിയ ഒരു പീഠത്തിന്മേൽ ദുർഗാദേവിയുടെ ചിത്രം വച്ച് അതിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് ദുർഗാസ്തോത്രവും ദേവി മാഹാത്മ്യവും മുടങ്ങാതെ പാരായണം ചെയ്യേണ്ടതാണ്. വിജയദശമി വരെ ഈ പാരായണം തുടരണം. അതിനുശേഷം ഒരു ദിവസം ഒരു വലിയ ഭഗവതി സേവ
നിങ്ങളുടെ ഗൃഹത്തിൽ നടത്തുകയും കൂടി ചെയ്യേണ്ടതാണ്. വീട്ടിൽ നിത്യപാരായണം നടക്കുമ്പോൾ പാൽപ്പായസമുണ്ടാക്കി നിവേദിക്കുന്നത് ഒരു ചിട്ടയായി ശീലിക്കേണ്ടതുമാണ്. ഇങ്ങനെ നവരാത്രി ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു ചിട്ടയായി ഓരോ വർഷവും എടുത്തു പോകുന്ന വ്യക്തിക്ക് 3 വർഷം കൊണ്ട് അവരുടെ കർമ്മമണ്ഡലത്തിലെ എല്ലാ തടസ്സങ്ങളും പരിപൂർണമായി മാറി സർവ്വവിധ ഐശ്വര്യവും ഉയർച്ചയും പിന്നീട് അങ്ങോട്ട് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.